ഹായ്. ബിരിയാണിയുടെ കൂടെയൊക്കെ മുട്ട ചുമ്മാ പുഴുങ്ങി തിന്നാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് എന്നെ പോലെ. അവർക്കുള്ളതാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു പിഞ്ച് സാദാ ജീരകം ഇത്രയിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം. ജീരകമൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫാക്കാം കേട്ടോ. ഇനി ഇത് ചൂടാറാൻ വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇത്രയിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ശകല ഉപ്പും കൂടി ഇട്ട് ചൂടാക്കിയെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. നമ്മുടെ മുട്ട പുഴുങ്ങി രണ്ടായിട്ട് മുറിച്ച് വെച്ചത് ഈ പാനിലേക്ക് ഇട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇവനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ എണ്ണയിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ആ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പറയുമ്പോൾ കുറച്ച് അധികം പണിയായിട്ട് തോന്നുമെങ്കിലും ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഉണ്ടാക്കി കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒട്ടും വേസ്റ്റ് ആവില്ല. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.